നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡറിന്റെ പരീക്ഷ ഇനി എത്തിക്കഴിഞ്ഞു. ഇനി വെറും 20 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എക്സാമിനായിട്ട്. അപ്പോൾ എങ്ങനെ 20 ദിവസം കൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ എക്സാം ക്രാക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആ ക്ലാസിന്റെ പേരാണ് 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ്. എന്താണ് 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, 2015 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 10th ലെവൽ എക്സാം മാത്രം 600 എണ്ണം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. PSC ഏകദേശ കണക്കാണ് കേട്ടോ. 600 എണ്ണത്തോളം PSC കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ PSC സ്ഥിരം ആവർത്തിക്കുന്ന 250 ടോപ്പിക്കുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. സുഹൃത്തുക്കള്, ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഏകദേശം ഒരു 250 ടോപ്പിക്കുകൾ PSC എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. ആ 250 ടോപ്പിക്കുകൾ നമ്മൾ 20 ദിവസം കൊണ്ട് ഇവിടെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും തയ്യാറായിരിക്കുക. ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്ലാസിന്റെ പേര് 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ആണ്. ഈ ക്ലാസിന്റെ ഫസ്റ്റ് ഡേ ആണെന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള 7 ടോപ്പിക്കുകളാണ്. അതായത് ഏതൊരു PSC എക്സാം എടുത്താലും, അത് LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 7 ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ, ഇത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു 250 ടോപ്പിക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ചരിത്രം അഥവാ ഹിസ്റ്ററിയിൽ നിന്നും കേരള ഹിസ്റ്ററിയെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരള ഹിസ്റ്ററിയിൽ എന്താണ് ആ ടോപ്പിക് എന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 1599 മുതൽ 1948 വരെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും അവയുടെ വർഷങ്ങളുമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ PSC ഡയറക്റ്റ് ഇയർ എടുത്ത് അങ്ങ് ചോദിക്കും, ഇന്ന സംഭവം നടന്ന വർഷം ഏതാണ് എന്ന് PSC ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ചോദിക്കുന്നത് കാലഗണത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലഗണത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോഴും നമുക്ക് എന്ത് വേണം? കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ PSC ചോദിക്കും ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ വർഷം തന്നിരിക്കും, മറ്റേ സൈഡിൽ സംഭവം തന്നിരിക്കും. അത് തമ്മിൽ നമ്മൾ ചേരുംപടി ചേർക്കാനും ചോദിക്കും. അങ്ങനെ പല രീതിയിലും PSC ചോദിക്കുന്ന വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്നൊരു മേഖലയാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും. ഇന്ന് ആ പ്രധാനപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും മുഴുവൻ നമ്മൾ അങ്ങ് പഠിക്കുവാൻ പോവാണ്. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ടോപ്പിക്കിലേക്ക് കടക്കാം. സംഭവങ്ങളും വർഷങ്ങളും. ഉദയം പേരൂർ സുനഹദോസ് വർഷം 1599. ഉദയം പേരൂർ സുനഹദോസ് നടന്ന വർഷം എത്രയാ? 1599 കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി മാസം 3-ാം തീയതി. കൂനൻ കുരിശു പ്രതിജ്ഞ നടന്ന വർഷം എത്രയാ? 1553 ജനുവരി മാസം 3-ാം തീയതി. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എത്രയാ? 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതി. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എത്രയാ? 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. കൃത്യമായ ഡേറ്റ് PSC ചോദിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ ഡേറ്റ് പഠിച്ചു വെച്ചോളണം. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാ? 1741 ഓഗസ്റ്റ് മാസം എത്രയാ? 10-ാം തീയതി. ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ 1793 1797. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1793 1797 വരെ ആയിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്നാ? 1800 മുതൽ 1805 വരെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി മാസം 11-ാം തീയതി. ഡേറ്റ് സഹിതം പഠിച്ചോളണേ, പക്കാ പഠിച്ചോളണം. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1809 ജനുവരി മാസം 11-ാം തീയതി.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന വർഷം 1599. കൂനൻ കുരിശ് പ്രതിജ്ഞ നടന്ന വർഷം 1653 ജനുവരി മാസം 3-ാം തീയതി. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ മാസം 15-ാം തീയതി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. തൃപ്പടിദാനം അഥവാ ഒന്നാം തൃപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി മാസം 3-ാം തീയതി. ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1793 1797. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1800 മുതൽ 1805 വരെയാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. ഓർക്കുക. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പൊക്കോളനെ. കുറിച്യ കലാപം നടന്ന വർഷം 1812. മേൽമുണ്ട് സമരം നടന്ന വർഷം 1822. മേൽമുണ്ട് സമരം നടന്ന വർഷം 1822. മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയായി മാറിയ വർഷം 1859. മേൽമുണ്ട് സമരം ചാന്നാർ ലഹളയായി മാറിയ വർഷം 1859. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി മാസം 1-ാം തീയതി. ഡേറ്റ് ഫുള്ള് പഠിച്ചു വെച്ചോളനെ. ഒരുപാട് തവണ ഈ ഡേറ്റ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാ 1891 ജനുവരി മാസം 1-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാ 1891 ജൂൺ മാസം 3-ാം തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. ശ്രദ്ധിച്ചു പഠിച്ചോളനെ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. സമത്വ സമാജം രൂപീകരിച്ച വർഷം 1836. ഈ ഡേറ്റ് കാണാതെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സമത്വ സമാജം രൂപീകരിക്കപ്പെട്ട വർഷം 1836 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 1903 മെയ് മാസം 15-ാം തീയതി. SNDP സ്ഥാപിതമായ വർഷം എന്ന 1903 മെയ് മാസം 15-ാം തീയതി. ഡേറ്റ് മുഴുവൻ പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഫുൾ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം എത്രയാ? 1907. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറിച്യ കലാപം നടന്ന വർഷം 1812. മേൽമുട്ട് സമരം നടന്ന വർഷം 1822. മേൽമുട്ട് സമരം ചാന്നാർ ലഹളയായ വർഷം 1859. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി മാസം 1-ാം തീയതി. എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജൂൺ മാസം 3-ാം തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. സമത്വ സമാജം രൂപീകരിക്കപ്പെട്ട വർഷം 1836. SNDP രൂപീകരിക്കപ്പെട്ട വർഷം 1903 മെയ് മാസം 15-ാം തീയതി. സാധുജന പരിപാലന സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1907. യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെട്ട വർഷം 1908. ഡേറ്റ് പഠിച്ചോളനെ. ഇപ്പോ PSCയിൽ ട്രെൻഡിങ് കിടക്കുന്നതാണ്. യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെട്ട വർഷം 1908. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1909. ഇപ്പോൾ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1909 നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS രൂപീകൃതമായ വർഷം 1914 ഒക്ടോബർ മാസം 31-ാം തീയതി. ചോദിക്കാൻ സാധ്യതയുണ്ട്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS രൂപീകരിക്കപ്പെട്ട വർഷം 1914 ഒക്ടോബർ മാസം 31-ാം തീയതി. ആത്മവിദ്യാ സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1917. ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പൊക്കോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ആത്മവിദ്യാ സംഘം രൂപീകരിക്കപ്പെട്ട വർഷം 1917. ആനന്ദ മഹാസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1918. ആനന്ദ മഹാസഭ രൂപീകരിക്കപ്പെട്ട വർഷം 1918. മലബാർ കലാപം നടന്ന വർഷം 1921. ഇവിടെ വെച്ച് പഠിച്ചു പോണം, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ പഠിച്ചു തുടങ്ങിയ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഡേറ്റ് ആണ്. മലബാർ കലാപം നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 10-ാം തീയതി. ഡേറ്റ് സഹിതം ഫുള്ള് പഠിച്ചു വെച്ചോളനെ.
വാഗൺ ട്രാജഡി നടന്നതെന്നാണ് 1921 നവംബർ മാസം 10-ാം തീയതി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതി. ഡേറ്റ് മൊത്തം പഠിച്ചോളണേ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതിയാണ്, ഓർക്കുക. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. യോഗക്ഷേമ സഭ ആരംഭിച്ചത് 1908. പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ച വർഷം 1909. നായർ സർവീസസ് സൊസൈറ്റി ആരംഭിച്ച വർഷം 1914 ഒക്ടോബർ മാസം 31. ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം 1917. ആനന്ദ മഹാസഭ ആരംഭിച്ച വർഷം 1918. മലബാർ കലാപം നടന്ന വർഷം 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ മാസം 10-ാം തീയതി. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മാർച്ച് മാസം 30-ാം തീയതി. അതുപോലെ ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം എത്രയാ? 1926 ഫെബ്രുവരി മാസം 19-ാം തീയതി. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12-ാം തീയതി. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ മാസം 12-ാം തീയതി. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ മാസം 1-ാം തീയതി. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ മാസം 12-ാം തീയതി. വൈദ്യുത പ്രക്ഷോഭം നടന്ന വർഷം 1936. കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം 1938. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938 സെപ്റ്റംബർ മാസം 29-ാം തീയതി. മൊറാഴ സമരം നടന്ന വർഷം 1940 സെപ്റ്റംബർ മാസം 15-ാം തീയതി. കയ്യൂർ സമരം നടന്ന വർഷം 1941. കീഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു വർഷമാണ്, പഠിക്കുക. കീഴരിയൂർ ബോംബാക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കരിവെള്ളൂർ സമരം നടന്ന വർഷം 1946. തോൽവിറക് സമരം നടന്ന വർഷം 1946 നവംബർ മാസം 15-ാം തീയതി. കുട്ടംകുളം സമരം നടന്ന വർഷം 1946. കുട്ടംകുളം സമരം നടന്ന വർഷം 1946. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 മുതൽ 1948 വരെ. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 മുതൽ 1948 വരെ. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ചോദിച്ചാൽ 1920, 1925, 1927, 1934, 1937 ഇങ്ങനെ 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാ? 1920, 1925, 1927, 1934, 1937 എന്നീ 5 വർഷങ്ങളിലാണ് മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചത്. ഈ 5 വർഷങ്ങളും ഒരു സെറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കിഴരിയൂർ ബോംബ് ആക്രമണം നടന്ന വർഷം 1942 നവംബർ മാസം 17-ാം തീയതി. പുന്നപ്ര വയലാർ സമരം നടന്നത് 1942
1946, കരിവള്ളൂർ സമരം നടന്നത് 1946, തോൽവിറക് സമരം നടന്നത് 1946 നവംബർ 15, കുട്ടംകുളം സമരം നടന്നത് 1946, പാലിയം സത്യാഗ്രഹം നടന്നത് 1947-48 കാലഘട്ടത്തില്. അതുപോലെ മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വർഷങ്ങൾ ഏതൊക്കെയാ? 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളാണ്. വ്യക്തമായ സുഹൃത്തുക്കൾ ഓർത്തുവെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ സ്വാതന്ത്ര്യ സമര കാലത്തെ പത്രങ്ങളും സ്ഥാപകരുമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാറുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് സ്വാതന്ത്ര്യ സമര കാലത്തെ പത്രങ്ങളും സ്ഥാപകരും. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നീ പത്രസ്ഥാപകരാരാണ്? മഹാത്മാഗാന്ധിയാണ്. കേസരി, മറാത്ത പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. കേസരി, മറാത്ത പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ബഹിഷ്കൃത ഭാരത്, മൂക് നായിക് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ബഹിഷ്കൃത ഭാരത്, മൂക് നായിക് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? സ്വാമി വിവേകാനന്ദനാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? അത് ആനി ബസന്റ് ആണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ്. ശ്രദ്ധിച്ചു പഠിച്ചോളണേ. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാ? മൗലാന മുഹമ്മദ് അലിയാണ്. ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ്. ശ്രദ്ധിക്കുക, ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് ആരൊക്കെയാ? GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ്. ആരാണ്? സുബ്ബറാവു പണ്ഡിറ്റ്. ഇങ്ങനെ 3 വ്യക്തിത്വങ്ങൾ ചേർന്നിട്ടാണ് ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത്. ഇതിൽ പറയുന്ന എല്ലാ പത്രവും PSC പ്രീവിയസ് ആയി ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പത്രങ്ങളും ചേർത്താണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പത്രം പോലും നിങ്ങൾ വിട്ടിട്ട് പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC ഇപ്പോൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. 1 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഉറപ്പായും ലഭിക്കും. ഒന്നുകൂടി പത്രങ്ങൾ പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. യങ് ഇന്ത്യ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ എന്നീ പത്രം ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ബഹിഷ്കൃത ഭാരത്, മൂക് നായിക് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. സംവാദ് കൗമുദി, മിറത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലിയാണ്. ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാത്? GS അയ്യർ, വീരരാഘവാചാരി, സുബ്ബറാവു പണ്ഡിറ്റ് എന്നിവരാണ്. ഓർക്കുക. ബോംബെ ക്രോണിക്കിൾ പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബോംബെ ക്രോണിക്കിൾ എന്ന പത്രം ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത് ആരാ? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. കർമ്മയോഗി പത്രം ആരംഭിച്ചത് അരബിന്ദോ ഘോഷാണ്. കർമ്മയോഗി പത്രം ആരംഭിച്ചത് അരബിന്ദോ ഘോഷാണ്. ലീഡർ എന്ന പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ലീഡർ എന്ന പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ആരംഭിച്ചത് സുന്ദർ സിംഗ് ലാൽപുരിയാണ്. ഓർക്കുക, ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രം ആരംഭിച്ചത് സുന്ദർ സിംഗ് ലാൽപുരിയാണ്. യുഗാന്തർ പത്രം ആരംഭിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തയും ചേർന്നാണ്. യുഗാന്തർ പത്രം ആരംഭിച്ചത് ആരൊക്കെയാണ്? ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തയും ചേർന്നിട്ടാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. കർമ്മയോഗി പത്രം ആരംഭിച്ചത് അരബിന്ദ ഘോഷാണ്. ലീഡർ പത്രം ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ദ ഹിന്ദുസ്ഥാൻ ടൈംസ് ആരംഭിച്ചത് സുന്ദർ സിംഗ് ലാൽപുരിയാണ്. യുഗാന്തർ പത്രം ആരംഭിച്ചത്
ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ ദത്തയുമാണ്. ഓർക്കുക. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാളി ഹിന്ദു പാട്രിയറ്റ് പത്രങ്ങൾ ആരംഭിച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. ഓർക്കുക. ബംഗാളി ഹിന്ദു പാട്രിയറ്റ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് അരബിന്ദോ ഘോഷും അതുപോലെ തന്നെ മാഡം ഭിക്കാജി ഗാമയും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓർത്തോളനെ. വന്ദേ മാതരം എന്ന പത്രം രണ്ടു വ്യക്തിത്വങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാൾ ആരാ? അരബിന്ദോ ഘോഷും, മറ്റൊന്ന് മാഡം ഭിക്കാജി ഗാമയ്ക്കും എന്തുണ്ട്? വന്ദേ മാതരം എന്ന പേരില് ഒരു പത്രം ഉണ്ടായിരുന്നു. ഓർക്കുക. സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ശ്രദ്ധിച്ചോളനെ. സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ആരാ? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ബംഗാദർശൻ എന്ന പത്രം ആരംഭിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാദർശൻ എന്ന പത്രം ആരംഭിച്ചത് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാ? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ധ്യാനപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഗോപാൽ ഹരിദേശ് മുഖാണ്. ശ്രദ്ധിച്ചോളനെ. ധ്യാനപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഗോപാൽ ഹരിദേശ് മുഖാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാളി ഹിന്ദു പാട്രിയറ്റ് എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് അരബിന്ദ ഘോഷാണ്. അതിനോടൊപ്പം ശ്രദ്ധിച്ചോളുക, മാഡം ഭിക്കാജി ഗാമയ്ക്കും വന്ദേ മാതരം എന്ന പേരിലൊരു പത്രം ഉണ്ടായിരുന്നു. സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ബംഗാ ദർശൻ എന്ന പത്രം ആരംഭിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നാഷണൽ പേപ്പർ, ഇന്ത്യൻ മിറർ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അതുപോലെ ധ്യാനപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ആരാ? ഗോപാൽ ഹരിദേശ് മുഖാണ്. ഓർക്കുക. ഇനി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് സർവ്വരാജ്യ സഖ്യം അഥവാ നമ്മൾ പറയുന്നു ലീഗ് ഓഫ് നേഷൻസ് എന്ന്. ഓർക്കുക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷനെ പറ്റിയിട്ടാണ്. സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്ന വർഷം 1920. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്ന വർഷം എത്രയാ? 1920 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം ചോദിച്ചാൽ അത് 1946 ഏപ്രിൽ മാസം 20 അതായത് സർവ്വരാജ്യ സഖ്യം ആരംഭിച്ചത് 1920 സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം 1946 ഏപ്രിൽ മാസം 20 ആയിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവ. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ഏതാ? ജനീവയായിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ പൊതുസമ്മേളനം നടന്ന വർഷം 1920 ജനുവരി മാസം 16 സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ പൊതുസമ്മേളനം നടന്ന വർഷം 1920 ജനുവരി മാസം 16 ലീഗ് ഓഫ് നേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംഘടന സർവ്വരാജ്യ സഖ്യം. ഓർക്കുക. ലീഗ് ഓഫ് നേഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന ഏതാ? സർവ്വരാജ്യ സഖ്യമായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന സംഘടന ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യമായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യമായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സർവ്വരാജ്യ സഖ്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്ന വർഷം 1920. സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം 1946 ഏപ്രിൽ 20 സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവയാണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യ പൊതുസമ്മേളനം നടന്ന വർഷം 1920 ജനുവരി 16 ലീഗ് ഓഫ് നേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംഘടന സർവ്വരാജ്യ സഖ്യമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന സംഘടന ലീഗ് ഓഫ് നേഷൻ അഥവാ സർവ്വരാജ്യ സഖ്യമാണ്. സർവ്വരാജ്യ സഖ്യം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആണ് വുഡ്രോ വിൽസൺ. പഠിച്ചോളണേ. സർവ്വരാജ്യ സഖ്യം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരാ?
വുഡ്രോ വിൽസൺ ആണ്. സർവ്വരാജ്യ സഖ്യ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 42. സർവ്വരാജ്യ സഖ്യ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 42. ലീഗ് ഓഫ് നേഷൻ എന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ച സമ്മേളനം 1919 പാരീസ് സമ്മേളനം. ഇമ്പോർട്ടന്റ്, ലീഗ് ഓഫ് നേഷൻ അഥവാ സർവ്വരാജ്യ സഖ്യം എന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ച സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് 1919 നടന്ന പാരീസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച വ്യക്തി വുഡ്രോ വിൽസൺ ആണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ഇവിടെ നിന്ന് PSC ചോദിച്ചിട്ടുള്ളത് 14 നിർദ്ദേശങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ശരിയായ ഉത്തരം എന്താ? സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷനുമായി ബന്ധപ്പെട്ടതാണ് 14 നിർദ്ദേശങ്ങൾ. അത് മുന്നോട്ട് വെച്ച വ്യക്തി ആരാ? വുഡ്രോ വിൽസൺ ആണ്. ലീഗ് ഓഫ് നേഷൻസിൽ അംഗത്വത്തിന് ആദ്യം വിലക്കുണ്ടായിട്ടും 1926 അംഗത്വം ലഭിച്ച രാജ്യമായിരുന്നു ജർമ്മനി. ലീഗ് ഓഫ് നേഷൻസിലെ അംഗത്വത്തിൽ ആദ്യം വിലക്കുണ്ടായിട്ടും 1926 അംഗത്വം ലഭിച്ച രാജ്യം ഏതാ? ജർമ്മനിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സർവ്വരാജ്യ സഖ്യം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ്. സർവ്വരാജ്യ സഖ്യ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 42. ലീഗ് ഓഫ് നേഷൻ എന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ച സമ്മേളനം 1919 പാരീസ് സമ്മേളനം. സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച വ്യക്തി വുഡ്രോ വിൽസൺ ആണ്. ലീഗ് ഓഫ് നേഷൻസിന്റെ അംഗത്വത്തിന് ആദ്യം വിലക്കുണ്ടായിട്ടും 1926 അംഗത്വം ലഭിച്ച രാജ്യം ഏതാ? ജർമ്മനിയാണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് വ്യക്തമായിട്ട് പഠിക്കുക. ജർമ്മനി ലീഗ് ഓഫ് നേഷൻസിന്റെ അംഗത്വം തിരസ്കരിച്ച വർഷം 1933. ജർമ്മനി ലീഗ് ഓഫ് നേഷൻസിന്റെ അംഗത്വം തിരസ്കരിച്ച വർഷം ഏതാ? 1933. ആദ്യമായി ലീഗ് ഓഫ് നേഷൻസിൽ നിന്നും സ്ഥിരമായി പിന്മാറിയ രാജ്യം കോസ്റ്റാറിക്ക. ഓർക്കണേ, ആദ്യമായി ലീഗ് ഓഫ് നേഷൻസിൽ നിന്നും സ്ഥിരമായി പിന്മാറിയ രാജ്യം ഏതാണ്? കോസ്റ്റാറിക്കയാണ്. സർവ്വരാജ്യ സഖ്യത്തിൽ അവസാനമായി അംഗമായ രാജ്യം ഈജിപ്റ്റ് ആയിരുന്നു. സർവ്വരാജ്യ സഖ്യത്തിൽ അവസാനമായി അംഗമായ രാജ്യം ഏതായിരുന്നു? അത് ഈജിപ്റ്റ് ആയിരുന്നു. ഇന്ത്യ ഒന്നും വിചാരിക്കല്ലേ, ഇന്ത്യക്ക് ആ സമയത്ത് ഇല്ല. സർവ്വരാജ്യ സഖ്യത്തിൽ അവസാനമായി അംഗത്വമായ രാജ്യം ഏതാണ്? ഈജിപ്റ്റ് ആണ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ഓർക്കുക, സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ഏറ്റവും കൂടുതൽ കാലം സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരാണ്? സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ലീഗ് ഓഫ് നേഷന്റെ അവസാനത്തെ സെക്രട്ടറി ജനറൽ എന്നറിയപ്പെടുന്നത് സിയാൻ ലെസ്റ്റർ ആണ്. ഓർക്കുക, ലീഗ് ഓഫ് നേഷൻസിന്റെ അവസാനത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിത്വം ആരാണ്? സിയാൻ ലെസ്റ്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജർമ്മനി ലീഗ് ഓഫ് നേഷൻസിന്റെ അംഗത്വം തിരസ്കരിച്ച വർഷം 1933. ആദ്യമായി ലീഗ് ഓഫ് നേഷൻസിൽ നിന്നും സ്ഥിരമായി പിന്മാറിയ രാജ്യം കോസ്റ്റാറിക്ക. സർവ്വരാജ്യ സഖ്യത്തിൽ അവസാനമായി അംഗമായ രാജ്യം ഈജിപ്റ്റ്. സർവ്വരാജ്യ സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ഏറ്റവും കൂടുതൽ കാലം സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിത്വം സർ ജെയിംസ് എറിക് ഡ്രമണ്ട് ആണ്. ലീഗ് ഓഫ് നേഷൻസിന്റെ അവസാനത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? സിയാൻ ലെസ്റ്റർ ആയിരുന്നു. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. വേറൊന്നുമില്ല സുഹൃത്തുക്കളെ, വേൾഡ് ജോഗ്രഫിയിൽ ഇപ്പൊ PSC കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ നമുക്ക് പറയാം ജനറൽ ജോഗ്രഫി എന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ PSC ചോദിക്കുന്നത് ശിലകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശിലകൾ തന്നെ, ശിലകളും അവയുടെ ഉദാഹരണങ്ങളുമാണ് സ്ഥിരം PSC ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരം ശിലകളും അവയുടെ ഉദാഹരണവും പഠിച്ചു കളയാമെന്ന്. അപ്പോൾ നമുക്ക് ശിലകളും അവയുടെ ഉദാഹരണവും നോക്കാം. ആദ്യമായി നമുക്ക് പഠിക്കേണ്ട ശിലയാണ് ആഗ്നേയ ശിലകൾ. എന്താണ് ആഗ്നേയ ശിലകൾ? ആഗ്നേയ ശിലകൾ എന്തെന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ആഗ്നേയ ശിലയുടെ പ്രധാനപ്പെട്ട PSC ചോദിച്ചുള്ള മൊത്തം ഉദാഹരണങ്ങളും ഇതിനകത്തുണ്ട്. മൊത്തം എക്സാമ്പിൾസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ആഗ്നേയ ശിലകളുടെ പ്രധാന ഉദാഹരണങ്ങളാണ് ബസാൾട്ട് ശിലകൾ, ഗാബ്രോ ശിലകൾ, പുമിസ് ശിലകൾ, മൈക്ക ശിലകൾ, ഗ്രാനൈറ്റ് ശിലകൾ, ഡിയോറൈറ്റ്. ഇത്രയും പഠിച്ചു വെച്ചോളണം. ആഗ്നേയ ശിലകൾക്ക് പ്രധാന ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ബസാൾട്ട് ശിലകൾ, ഗാബ്രോ ശിലകൾ, പുമിസ് ശിലകൾ, മൈക്ക ശിലകൾ, ഗ്രാനൈറ്റ് ശിലകൾ,
ഡിയോറൈറ്റ് ശിലകൾ. ഇതിനകത്ത് ഗ്രാനൈറ്റ് ശിലകളാണ് ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഏതുതരം ശിലയാ സുഹൃത്തുക്കളെ? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം, ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ശ്രദ്ധിക്കുക: ബസാൾട്ട് ശിലകൾ, ഗാബ്രോ ശിലകൾ, പുമിസ് ശിലകൾ, മൈക്ക ശിലകൾ, ഗ്രാനൈറ്റ് ശിലകൾ, അതുപോലെ ഡിയോറൈറ്റ് ശിലകൾ എന്നിവയാണ്. ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് അവസാദ ശിലകൾ. ഏതാണ് അവസാദ ശിലകൾ? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ഡോളമൈറ്റ്, ചോക്ക്, കാൽക്കേരിയസ്, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി, ഹാലൈറ്റ്, ക്വാർട്സ്, ലോയ്ഡ്സ്, അതുപോലെ ഫെൽസിഫാർ. ഓർത്തോളണേ, അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാ? ഡോളമൈറ്റ്, ചോക്ക്, കാൽക്കേരിയസ്, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി, ഹാലൈറ്റ്, ക്വാർട്സ്, ലോയ്ഡ്സ്, അതുപോലെ ഫെൽസിഫാർ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് കൽക്കരിയാണ്. കൽക്കരി ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ഡോളമൈറ്റ് PSC ചോദിച്ചിട്ടുണ്ട്, അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ ചുണ്ണാമ്പ് കല്ലും PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഏതരം ശിലകൾക്ക് ഉദാഹരണമാ? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി അവസാദ ശിലകളുടെ ഉദാഹരണം പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏതൊക്കെയാ? ഡോളമൈറ്റ്, ചോക്ക്, കാൽക്കേരിയസ്, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി, ഹാലൈറ്റ്, ക്വാർട്സ്, ലോയ്ഡ്സ്, അതുപോലെ ഫെൽസിഫാർ. ഓർക്കുക, എന്താണ് ഫെൽസിഫാർ? ഇനി നമുക്ക് നോക്കുവാനുള്ളത് കായാന്തരിക ശിലകൾക്കുള്ള ഉദാഹരണമാണ്. കായാന്തരിക ശിലകൾക്കുള്ള ഉദാഹരണം: നൈസ്, മരതകം, ക്വാർട്സൈറ്റ്, വജ്രം, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, ഫില്ലറ്റ്, ഷിസ്റ്റ്. ഓർത്തോളണേ, കായാന്തരിക ശിലകളുടെ പ്രധാന ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? നൈസ്, മരതകം, ക്വാർട്സൈറ്റ്, വജ്രം, സ്ലേറ്റ്, അതുപോലെ ഗ്രാഫൈറ്റ്, ഫില്ലൈറ്റ്, അതുപോലെ ഷിസ്റ്റ് എന്നിവയാണ്. ഇതിനകത്ത് വജ്രം അതുപോലെ ഗ്രാഫൈറ്റും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഓർക്കുക, വജ്രവും ഗ്രാഫൈറ്റും എന്തിനു ഉദാഹരണമാ? കായാന്തരിക ശിലകൾക്ക് ഉദാഹരണമാണ്. ശ്രദ്ധിച്ചു പഠിക്കുക. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയിട്ട് കായാന്തരിക ശിലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് വജ്രവും ഗ്രാഫൈറ്റും. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. നമുക്ക് നോക്കാം കായാന്തരിക ശിലകളുടെ ഉദാഹരണം ഏതൊക്കെയാണെന്ന്. നൈസ്, മരതകം, ക്വാർട്സൈറ്റ്, വജ്രം, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, ഫില്ലൈറ്റ്, ഷിസ്റ്റ് എന്നിവയാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന മേഖലയാണ് ഇന്ത്യൻ നദികളും അവയുടെ പോഷക നദികളും. ഒരൊറ്റ ഇന്ത്യൻ നദിയും അവയുടെ പോഷക നദികളും ചോദിക്കാത്തൊരു PSC ചോദ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് സമയം കളയണ്ട, നമുക്ക് നോക്കാം ഇന്ത്യൻ നദികളും അവയുടെ പോഷക നദികളും. ആദ്യമായി നമുക്ക് പഠിക്കേണ്ട നദിയാണ് സിന്ധു നദി. ഏതാണ്? സിന്ധു നദി. സിന്ധു നദിയുടെ പോഷക നദികളെല്ലാം നമുക്കറിയാം. എന്നാലും സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ചലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ്, ഷോക്ക് എന്നിവ. ഷോക്ക് നദി പഠിച്ചു വെച്ചോളണേ. ചലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് എന്നീ 5 നദികളും. അതിനോടൊപ്പം പുതിയൊരു നദി ഏതാ നമ്മൾ പഠിച്ചത്? ഷോക്ക് നദി. എന്താണ്? ഷോക്ക് നദി. ഓർക്കുക, ഏതാണ്? ഷോക്ക് നദി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? ചലം, രവി, ചിനാബ്, ബിയാസ്, സത്ലജ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം PSC ഇപ്പൊ ചോദിക്കാറുള്ള നദിയാണ് ഷോക്ക് നദി. ഏതാണ്? ഷോക്ക് നദി. ഓർക്കുക. ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികളാണ് യമുന, സോൺ, ഗന്ധകി, കോസി, ഘാഗ്ര. ഈ ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? യമുന, സോണ്, ഗന്ധകി നദി, കോസി നദി, അതുപോലെ ഘാഗ്ര നദി. ഈ ഇടയ്ക്ക് ചോദിച്ചത് ഘാഗ്ര നദിയായിരുന്നു. ശ്രദ്ധിക്കുക. ഗംഗാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, സോണ്, ഗന്ധകി, കോസി, ഘാഗ്ര. ഇതിനകത്ത് സോണും അതുപോലെ ഘാഗ്ര നദിയും നിങ്ങൾ സ്റ്റാർ ചെയ്ത് പഠിച്ചോളാം. കാരണം ഈ കഴിഞ്ഞ കുറച്ച് PSC എക്സാമുകളിൽ ഇതായിരുന്നു ഗംഗയുടെ പോഷക നദിയായിട്ട് ചോദിച്ചത്. അതുകൊണ്ട് അത് ഓർത്തു വെക്കുക. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ, മനാസ്, ലോഹിത്, അതുപോലെ സുബാൻസിരി. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ടീസ്റ്റ, മനാസ്, ലോഹിത്, സുബാൻസിരി എന്നീ നദികളാണ്. ഒന്നുകൂടി പറയാം. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? ടീസ്റ്റ, മനാസ്, ലോഹിത്, സുബാൻസിരിയാണ്.
ആദ്യകാലത്ത് ടീസ്റ്റ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് പ്രകാരം ലോഹിത് നദിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായിട്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത് ഓർത്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ മനാസും സുബാൻസിരിയും ഒന്ന് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിമാലയൻ നദികളെ പറ്റിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടാണ്. ഏതൊക്കെയാ ഉപദ്വീപീയ നദികളെന്നും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോഷക നദികളും നമുക്കൊന്ന് നോക്കാം. ഗോദാവരി, ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര. ഇപ്പോഴങ്ങോട്ട് ചോദിച്ചത് ശബരിയും പെൻഗംഗയുമായിരുന്നു, ഓർക്കുക. ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഇന്ദ്രാവതി, ശബരി, പെൻഗംഗ, മഞ്ചീര എന്നിവയാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന. ഓർത്തോളനെ, കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന എന്നിവയാണ്. ഇതിനകത്ത് ഇപ്പോ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാലപ്രഭയാണ് ഓപ്ഷനിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്, ഓർക്കുക. അപ്പൊ കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന എന്നീ നദികളാണ്. അടുത്തതാണ് കാവേരി നദി. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, പാമ്പാർ, ഭവാനി, അമരാവതി, അർക്കാവതി. ശ്രദ്ധിച്ചോളനെ, കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? കബനി, പാമ്പാർ, ഭവാനി, അമരാവതി, അർക്കാവതി. ഈ കബനി, പാമ്പാർ, ഭവാനി സ്ഥിരം ചോദ്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്നും. കാവേരി നദിയിൽ പതിക്കുന്ന നദികൾ എന്ന് ചോദിച്ചിട്ട് കബനി, പാമ്പാർ, ഭവാനി ചോദിക്കും. അതിനോടൊപ്പം നമ്മൾ പഠിക്കുവാനുള്ളതാണ് അമരാവതി. ഇപ്പൊ അമരാവതി ഏത് നദിയുടെ പോഷക നദിയാന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാവേരി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാ? കബനി, പാമ്പാർ, ഭവാനി, അമരാവതി, അർക്കാവതി എന്നിവയാണ്. നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺ, ഷേർ, താവ, ബെഞ്ചാർ എന്നിവ. നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഹിരൺ, ഷേർ, താവ, ബെഞ്ചാർ എന്നിവയാണ്. ഇതിനകത്ത് ഹിരണും ഷേറും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് അവയൊന്ന് പഠിച്ചു വെക്കുക. നർമ്മദ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഹിരൺ, ഷേർ, താവ, ബെഞ്ചാർ എന്നിവയാണ്. താപ്തി നദിയുടെ പോഷക നദികളാണ് ഗിർനയും അനറും. താപ്തി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗിർനയും അനറും. പ്രധാനമായിട്ടും +2 എക്സാമുകളിലെ ഒരു സ്ഥിരം ചോദ്യ സാന്നിധ്യമാണ് ഈ താപ്തി നദിയുടെ പോഷക നദി. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെയാ? ഗിർനയും അനറുമാണ് ആരുടെ? താപ്തി നദിയുടെ പോഷക നദി. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബ്, ടെല്ല്, ഷിയോനാഥ്, ഓങ്. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഇബ്, ടെല്ല്, ഷിയോനാഥ്, ഓങ്. ഇതിനകത്ത് ഷിയോനാഥ് ഇപ്പൊ PSC ചോദിക്കാറുണ്ട്. ഇബും ടെല്ലും കൂടെ ഓർത്ത് വെച്ചേക്കുക. മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ? ഇബ്, ടെല്ല്, ഷിയോനാഥ്, ഓങ് എന്നിവയാണ്, ഓർക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ, കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് പഠിക്കുവാനുള്ളത് നദികളും അവയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകളുമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് 10th ലെവൽ മെയിൻസ് ആൻഡ് പ്രിലിംസ് ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളും അവയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്ന നദിയും. മാട്ടുപ്പെട്ടി, ഇടുക്കി, കുളമാവ്, ചെറുതോണി, ഭൂതത്താൻകെട്ട്, നേര്യമംഗലം, ആനയിറങ്കൽ, കുണ്ടള, പൊന്മുടി എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. മാട്ടുപ്പെട്ടി, ഇടുക്കി, കുളമാവ്, ചെറുതോണി, ഭൂതത്താൻകെട്ട്, നേര്യമംഗലം, ആനയിറങ്കൽ, കുണ്ടള, പൊന്മുടി എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. പള്ളിവാസൽ, ചെങ്കുളം, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് മുതിരൻപുഴയിലാണ്. പള്ളിവാസൽ, ചെങ്കുളം, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുതിരൻപുഴയിലാണ്. ശ്രദ്ധിച്ചു പഠിച്ചോളണേ. മുതിരൻപുഴ എന്ന് പറയുന്നത് പെരിയാറിന്റെ പോഷക നദി തന്നെയാണ്. എന്നാലും വ്യക്തമായിട്ട് നദി പഠിച്ചു വെച്ചോളണം. PSC ചോദിക്കും. പള്ളിവാസൽ, ചെങ്കുളം, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് മുതിരൻപുഴയിലാണ്. മലമ്പുഴ, വാളയാർ, ചുള്ളിയാർ, പോത്തുണ്ടി, മംഗലം, മീങ്കര എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. മലമ്പുഴ, വാളയാർ, ചുള്ളിയാർ, പോത്തുണ്ടി, മംഗലം, മീങ്കര എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. മൂഴിയാർ, കരിക്കയം, കക്കി, ആനത്തോട്, വെളുത്തോട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ ഭാഗമായാണ്. മൂഴിയാർ, കരിക്കയം, കക്കി, ആനത്തോട്, വെളുത്തോട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ?
പമ്പാ നദിയിലാണ്. പെരിങ്ങൽകുത്ത്, തുമ്പൂർ മൂഴി, ഷോളയാർ, പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവള്ളിപ്പള്ളം എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ഓർക്കണേ, പെരിങ്ങൽകുത്ത്, തുമ്പൂർ മൂഴി, ഷോളയാർ, പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയുടെ ഭാഗമായിട്ടാണ്. കക്കയം ഡാം, പെരുവണ്ണാമൂഴി ഡാം സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിപ്പുഴയിലാണ്. ഇങ്ങനെയുള്ള പഠിച്ചു വെച്ചോളണേ. കക്കയം ഡാമും പെരുവണ്ണാമൂഴി ഡാമും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുറ്റ്യാടിപ്പുഴയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മാട്ടുപ്പെട്ടി, ഇടുക്കി, കുളമാവ്, ചെറുതോണി, ഭൂതത്താൻകെട്ട്, നേര്യമംഗലം, ആനയിറങ്കൽ, കുണ്ടള, പൊന്മുടി എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. പള്ളിവാസൽ, ചെങ്കുളം, കല്ലാർകുട്ടി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് മുതിരം പുഴയിലാണ്. മലമ്പുഴ, വാളയാർ, ചുള്ളിയാർ, പോത്തുണ്ടി, മംഗലം, മീങ്കര എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ ഭാഗമായാണ്. മൂഴിയാർ, കരിക്കയം, കക്കി, ആനത്തോട്, വെളുത്തോട് എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ ഭാഗമായാണ്. പെരിങ്ങൽകുത്ത്, തുമ്പൂർ മൂഴി, ഷോളയാർ, പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. കക്കയം ഡാമും പെരുവണ്ണാമൂഴി ഡാമും സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? അത് കുറ്റ്യാടിപ്പുഴയാണ്. ഓർക്കുക. മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാറിലാണ്. മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാറിലാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനിപ്പുഴയിലാണ്. ചോദിച്ചിട്ടുണ്ടേ, മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? ഭവാനിപ്പുഴയിലാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കരവനത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബനി നദി. രണ്ടിനും PSC ഉത്തരം കൊടുത്തിട്ടുണ്ട്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? ഒന്നിൽ കരവനത്തോട് കാണും ഓപ്ഷനിൽ, അല്ലെങ്കിൽ ആര് കാണുമെന്ന് നോക്കിക്കൊള്ളണം? കബനി നദി ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. കാരണം കബനി നദിയുടെ പോഷക നദിയാണ് ആര്? കരമനത്തോട്. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് മണാലിപ്പുഴ. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണാലിപ്പുഴയിലാണ്. മണിയാർ, അള്ളുങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കക്കാട്ടാറിലാണ്. ഓർക്കുക, മണിയാറും അള്ളുങ്കൽ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നത് കക്കാട്ടാറിലാണ്. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് ഏതാ നദിയിലാ? കല്ലടയാറിലാണ്. ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാറിലാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനിപ്പുഴയിലാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കരവനത്തോട് അല്ലെങ്കിൽ കബനി നദിയിലാണ്. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് മണാലിപ്പുഴയിലാണ്. മണിയാറും അള്ളുങ്കലും സ്ഥിതി ചെയ്യുന്നത് കക്കട്ടാറിലാണ്. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കല്ലടയാറിലാണ്. ഓർക്കുക. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നദി. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നദി. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വളപട്ടണം പുഴയിലാണ്. അരുവിക്കര ഡാം, പേപ്പാറ ഡാം, കരമനത്തോട്. ഓർത്തോളണേ, അരുവിക്കര ഡാമും പേപ്പാറ ഡാമും സ്ഥിതി ചെയ്യുന്ന നദി ഏതാ? കരമനത്തോടാണ്. ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത് കുറുമാലിപ്പുഴയിലാണ്. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് +2 ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? കുറുമാലിപ്പുഴയിലാണ്. ഏതിലാണ്? കുറുമാലിപ്പുഴയിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. നെയ്യാർ ഡാം നെയ്യാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ. അരുവിക്കര ഡാമും പേപ്പാറ ഡാമും സ്ഥിതി ചെയ്യുന്നത് കരമനത്തോടാണ്. ചിമ്മിനി ഡാം സ്ഥിതി ചെയ്യുന്നത് കുറുമാലിപ്പുഴയിലാണ്. ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇപ്പൊ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലയാണ് പഞ്ചായത്ത് രാജ് എന്നുള്ളത്. അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മീഷനുകൾ നമ്മൾ പഠിച്ചു തീർക്കണം. പ്രത്യേകിച്ച് 10th ലെവൽ മെയിൻസ് ഉള്ള സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും ഈ ഭാഗം പഠിക്കാതെ പോവരുത്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പ്രധാന കമ്മീഷനുകളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആദ്യമായി നമുക്ക് നോക്കാനുള്ളത് 1957 ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. 1957 ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ, പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരും ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്തയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ എന്നും പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. 1952 ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, 1953 ആരംഭിച്ച നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവയുടെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നതിന് നിയമിതനായ കമ്മീഷൻ ആയിരുന്നു
ബൽവന്തറായ് മേത്ത കമ്മീഷൻ. ഓർക്കണേ, 1952 ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, 1953 ആരംഭിച്ച നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവയുടെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാനായി നിയമിതനായ കമ്മീഷൻ ആയിരുന്നു ബൽവന്തറായ് മേത്ത കമ്മീഷൻ. ബൽവന്തറായ് മേത്ത കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ ആയിരിക്കണം. പഠിച്ചോളണേ, ബൽവന്തറായ് മേത്ത കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കണം? ജില്ലാ കളക്ടർ ആയിരിക്കണം എന്നായിരുന്നു ഓർക്കുക. അടുത്തതാണ് 1963 സന്താനം കമ്മീഷൻ. 1963 സന്താനം കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾക്ക് മേൽ പഠനം നടത്താനായി നിയോഗിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് സന്താനം കമ്മീഷൻ ആയിരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾക്ക് മേൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷൻ 1963 നിലവിൽ വന്ന സന്താനം കമ്മീഷൻ ആയിരുന്നു. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് കെ സന്താനമാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ആരാ? കെ സന്താനമാണ്. അടുത്തതാണ് 1964 നിലവിൽ വന്ന സാദിഖ് അലി കമ്മീഷൻ. 1964 നിലവിൽ വന്ന സാദിഖ് അലി കമ്മീഷൻ രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സാദിഖ് അലി കമ്മീഷൻ. വർഷം 1964. രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനുണ്ടായ പരാജയ കാരണങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാ? 1964 നിലവിൽ വന്ന അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട സാദിഖ് അലി കമ്മീഷനാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനായിരുന്നു. വർഷം 1959 ഒക്ടോബർ 2 ആയിരുന്നു. എന്നാൽ അതവിടെ പരാജയമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സാദിഖ് അലി കമ്മീഷനെ 1964 എന്താണ് രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനം തകരാനുള്ള കാരണത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. വർഷം 1959 ഒക്ടോബർ മാസം 2-ാം തീയതി. അടുത്തതാണ് 1974 GL വ്യാസ് കമ്മീഷൻ. 1974 നിയമിതനായ GL വ്യാസ് കമ്മീഷൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെന്റിന് നിയോഗിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് GL വ്യാസ് കമ്മീഷനാണ്. ഓർക്കണേ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനായിരുന്നു 1974 രൂപീകരിക്കപ്പെട്ട GL വ്യാസ് കമ്മീഷൻ എന്നുള്ളത് ഓർക്കുക. 1977 അശോക് മേത്ത കമ്മീഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതുമായിരിക്കും, എന്നാലും ഒന്ന് വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട് നമുക്ക്. 1977 അശോക് മേത്ത കമ്മീഷൻ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉന്നമനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു 1977 നിലവിൽ വന്ന അശോക് മേത്ത കമ്മീഷൻ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉന്നമനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാ? അശോക് മേത്ത കമ്മീഷൻ. വർഷം 1977. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാക്കി മാറ്റാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാക്കി മാറ്റുവാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? അശോക് മേത്ത കമ്മീഷനാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മീഷൻ. അതും ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ, ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാ? അശോക് മേത്ത കമ്മീഷനാണ്. പഞ്ചായത്ത് രാജിന്റെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേക സംസ്ഥാന മന്ത്രി വേണമെന്ന് നിർദ്ദേശം നൽകിയ കമ്മീഷനായിരുന്നു അശോക് മേത്ത കമ്മീഷൻ. പഞ്ചായത്ത് രാജിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പ്രത്യേക സംസ്ഥാന മന്ത്രിമാർ വേണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാ? അശോക് മേത്ത കമ്മീഷനാണ്. പഠിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംഭരണം വേണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ. തദ്ദേശ സ്ഥാപനങ്ങളില് പട്ടികജാതി പട്ടികവർഗ സംഭരണം വേണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാ? അശോക് മേത്ത കമ്മീഷനാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് അശോക് മേത്ത കമ്മീഷനാണ്. അശോക് മേത്ത കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന മലയാളി EMS നമ്പൂതിരിപ്പാട്. ഇവിടെ വെച്ച് പഠിച്ചുകൊണ്ട് പോണേ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അശോക് മേത്ത കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന മലയാളി ആരാ? EMS നമ്പൂതിരിപ്പാടാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് 1985 നിലവിൽ വന്ന GVK റാവു കമ്മീഷൻ. ആരാണ്? GVK റാവു കമ്മീഷൻ വന്ന വർഷം 1985
5-ലാണ്. പഞ്ചായത്ത് രാജ് നിയമങ്ങളെ നവീകരിക്കുന്നതിന് പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മീഷനായിരുന്നു ഏത്? GVK റാവു കമ്മീഷൻ. പഞ്ചായത്ത് രാജ് നിയമങ്ങളെ നവീകരിക്കുന്നതിന് പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മീഷനായിരുന്നു ആര്? GVK റാവു കമ്മീഷൻ. വികസന പദ്ധതികൾ ബ്യൂറോക്രസി വൽക്കരിക്കപ്പെടുകയും പഞ്ചായത്ത് രാജിൽ നിന്നും പിരിഞ്ഞു മാറുകയും ചെയ്തു എന്ന് വിലയിരുത്തിയ കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് GVK റാവു കമ്മീഷനാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കും എക്സാം ടഫ് ആവുമ്പോൾ, അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചുകൊള്ളാം. വികസന പദ്ധതികൾ ബ്യൂറോക്രസി വൽക്കരിക്കപ്പെടുകയും പഞ്ചായത്ത് രാജിൽ നിന്നും പിരിഞ്ഞു മാറുകയും ചെയ്തു എന്ന് വിലയിരുത്തിയ കമ്മീഷൻ ഏതായിരുന്നു? GVK റാവു കമ്മീഷൻ ആയിരുന്നു. ഓർക്കുക. അടുത്തതാണ് 1986 ഡോക്ടർ LM സിഗ്വി കമ്മീഷൻ. കേട്ട് കാണും നമ്മൾ എല്ലാവരും. 1986 ഡോക്ടർ LM സിഗ്വി കമ്മീഷൻ. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് LM സിഗ്വി കമ്മീഷൻ ആയിരുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനായിരുന്നു LM സിഗ്വി കമ്മീഷൻ. വർഷം എത്രയാ? 1986. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിഗ്വി കമ്മിറ്റിയാണ്. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിഗ്വി കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ സിഗ്വി കമ്മീഷൻ. പഠിച്ചോളണേ. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കണമെന്ന് നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏതാ? സിഗ്വി കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ സിഗ്വി കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? LM സിഗ്വി കമ്മീഷനാണ്. അതുകൂടെ സുഹൃത്തുക്കള് ഓർക്കുക. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളത് 1988 വന്ന PK തുങ്കൻ കമ്മീഷൻ. ഇത് നമ്മൾ കേട്ട് കാണുമാരാ? PK തുങ്കൻ കമ്മീഷൻ. വർഷം എത്രയാ? 1988. ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു 1988 നിലവിൽ വന്ന PK തുങ്കൻ കമ്മീഷൻ. ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? 1988 PK തുങ്കൻ കമ്മീഷൻ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച പാർലമെന്ററി കോൺസിലേറ്റീവ് സബ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് PK തുങ്കൻ കമ്മീഷനാണ്. ശ്രദ്ധിച്ചു പഠിച്ചോളണേ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച പാർലമെന്ററി കോൺസിലേറ്റീവ് സബ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് 1988 വന്ന PK തുങ്കൻ കമ്മീഷൻ ആയിരുന്നു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ PK തുങ്കൻ കമ്മീഷൻ ആയിരുന്നു. ശ്രദ്ധിച്ചോളണേ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ എന്ന് ചോദിച്ചാൽ അത് PK തുങ്കൻ കമ്മീഷൻ ആയിരുന്നു. അടുത്തതാണ് 1988 തന്നെ വന്ന VN ഗാഡ്ഗിൽ കമ്മിറ്റി. ഏതാണ്? VN ഗാഡ്ഗിൽ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് VN ഗാഡ്ഗിൽ കമ്മിറ്റി. വർഷം എത്രയാ? 1988. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനായിരുന്നു 1988 VN ഗാഡ്ഗിൽ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കരട് തയ്യാറാക്കിയ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. ഇത്രയും സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ ക്ലാസ്സിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജി മേഖലയിൽ നിന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിവൃക്ക ഗ്രന്ഥി അഥവാ അഡ്രീനൽ ഗ്ലാൻഡിനെ പറ്റിയാണ്. ഇപ്പോൾ PSC ചോദിക്കുന്ന ഒരു മേഖലയാണ് ഗ്രന്ഥികൾ. അതിൽ തന്നെ അഡ്രീനൽ ഗ്രന്ഥി അല്ലെങ്കിൽ അതിവൃക്ക ഗ്രന്ഥിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് കൂടുതലായിട്ട് PSC ചോദിക്കുന്ന കണ്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിവൃക്ക ഗ്രന്ഥി അഥവാ അഡ്രീനൽ ഗ്ലാൻഡിനെ പറ്റി ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. വൃക്കയുടെ മുകൾ ഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് അഡ്രീനൽ ഗ്രന്ഥികൾ. വൃക്കയുടെ മുകൾ ഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് അഡ്രീനൽ ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത്. 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. 3F ഗ്രന്ഥി എന്നും 4S ഗ്രന്ഥി എന്നും അറിയപ്പെടുന്നത് ആരാ? അഡ്രീനൽ ഗ്രന്ഥിയാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങൾ അഥവാ ദളങ്ങളാണ്
അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗത്തായി അഡ്രീനൽ കോർട്ടെക്സും അതുപോലെ അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന അഡ്രീനൽ മെഡുലയും. ഓർക്കുക, അഡ്രീനൽ ഗ്രന്ഥിയുടെ രണ്ടു ഭാഗങ്ങൾ അഥവാ രണ്ടു ദളങ്ങളാണ്. ഒന്ന് അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗത്തായി കാണപ്പെടുന്ന അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗത്തായി കാണപ്പെടുന്ന അഡ്രീനൽ മെഡുലയും. ഓർക്കുക, ആദ്യമായി നമുക്ക് നോക്കുവാനുള്ളത് അഡ്രീനൽ കോർട്ടെക്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അഡ്രീനൽ കോർട്ടെക്സിനെ പറ്റിയിട്ടാണ്. അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായി പറയപ്പെടുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ. ഓർത്തോണെ, അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകളെ പൊതുവായി പറയപ്പെടുന്ന പേരെന്താ? കോർട്ടിക്കോയിഡുകൾ. കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രീനൽ ഗ്രന്ഥിയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് അഡ്രീനൽ കോർട്ടെക്സ് ആണ്. തെറ്റിപ്പോവരുത്. കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രീനൽ ഗ്രന്ഥിയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് അഡ്രീനൽ കോർട്ടെക്സ് ആണ്. തെറ്റിപ്പോവരുത്. അഡ്രീനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ഹോർമോണുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കോർട്ടിക്കോയിഡുകൾ എന്നാണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞ രണ്ടാമതായിട്ട്? കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രീനൽ ഗ്രന്ഥിയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ അത് അഡ്രീനൽ കോർട്ടെക്സ് ആണ്. കോർട്ടിക്കോയിഡുകൾ പ്രധാനമായും 3 തരമുണ്ട്. ഒന്ന് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ, മറ്റൊന്ന് മിനറലോ കോർട്ടിക്കോയിഡുകൾ, അതുപോലെ സെക്സ് ഹോർമോണുകൾ. അപ്പോ കോർട്ടിക്കോയിഡുകൾ എത്ര തരമുണ്ട്? 3 തരമുണ്ട്. ഏതൊക്കെയാ? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകള്, മിനറലോ കോർട്ടിക്കോയിഡുകൾ, അതുപോലെ സെക്സ് ഹോർമോണുകൾ. ഇങ്ങനെ 3ആയിട്ടാണ് ആര് വരുന്നത്? കോർട്ടിക്കോയിഡുകൾ കാണപ്പെടുന്നത്. പ്രധാന ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകളാണ് കോർട്ടിസോണ്, കോർട്ടിസോള്, കോർട്ടിക്കോസ്റ്റിറോണ്. ഓർത്തോളുക, പ്രധാനപ്പെട്ട ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകളാണ് കോർട്ടിസോണ്, കോർട്ടിസോള്. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ കോർട്ടിസോൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് കോർട്ടിക്കോസ്റ്റിറോണും. എന്താണ്? കോർട്ടിക്കോസ്റ്റിറോൺ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഗ്ലൂക്കോ കോർട്ടിക്കോയിഡുകൾ ഉണ്ട്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോള്. ഓക്കെയാണേ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് കോർട്ടിസോൾ ആണ്. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ എന്നിവയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഹോർമോൺ ഏതാണ്? ഈ കോർട്ടിസോൾ ആണ്. ഓർത്തോളനെ, ശരീരത്തിലെ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ എന്നിവയ്ക്ക് കാരണമായ ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ ആണ്. ഓർക്കുക. അടുത്തതാണ് അൾഡോസ്റ്റിറോണ്. എന്താണ്? അൾഡോസ്റ്റിറോണ്. മിനറലോ കോർട്ടിക്കോയിഡിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ അൾഡോസ്റ്റിറോൺ ആണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചു വെച്ചോളണം. മിനറലോ കോർട്ടിക്കോയിഡിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് ചോദിച്ചാൽ അത് അൾഡോസ്റ്റിറോൺ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അൾഡോസ്റ്റിറോൺ ആണ്. കണ്ടല്ലോ, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏതാണ്? അൾഡോസ്റ്റിറോൺ ആണ്. മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് അൾഡോസ്റ്റിറോൺ ആണ്. ഓർക്കുക, മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് അൾഡോസ്റ്റിറോൺ ആണ്. അൾഡോസ്റ്റിറോണിന്റെ ആധിക്യം മൂലം നാഡീ കലകൾക്കുണ്ടാകുന്ന അസ്വസ്ഥത അറിയപ്പെടുന്ന പേരാണ് കോൺ സിൻഡ്രം. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അൾഡോസ്റ്റിറോണിന്റെ ആധിക്യം അഥവാ കൂടുതൽ മൂലം നാഡീകലകൾക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് കോൺ സിൻഡ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. അഡ്രീനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിനും നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിനും. ഇത് രണ്ടും നമ്മൾ ഒരുപാട് തവണ കേട്ടതും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതുമാണ്. അഡ്രീനൽ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ 2 ഏതൊക്കെയാ? എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിനും നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിനുമാണ്. ആദ്യമായി നമുക്ക് നോക്കുവാനുള്ളതും ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളതുമാണ് അഡ്രിനാലിനെ പറ്റി. ഏതാണ്? അഡ്രിനാലിനെ പറ്റി. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയുമായി ചേർന്ന് പ്രവർത്തിച്ച് ശരീരത്തെ പോരാടുന്നതിനോ പിന്തിരിഞ്ഞോടുന്നതിനും സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. അഡ്രിനാലിന് ചിലപ്പോൾ ചോദിക്കൂല. കഴിഞ്ഞൊരു PSC എക്സാമില് എപ്പിനെഫ്രിൻ എന്നാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഓർക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയുമായി ചേർന്ന് പ്രവർത്തിച്ച് ശരീരത്തെ പോരാടുന്നതിനോ പിന്തിരിഞ്ഞോടുന്നതിനും സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ.
എപ്പിനെഫ്രിൻ. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. ഇത് രണ്ടും പഠിച്ചോളനെ. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. 3F ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന അഡ്രിനാലിൻ അഥവാ എപ്പി അഡ്രിനാലിൻ ആണ്. 3F ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. അടിയന്തര ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. അടിയന്തര ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ ആണ്. ഓർക്കുക. അടുത്തതാണ് നോർ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് നോർ അഡ്രിനാലിൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. സർജിക്കൽ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോർമോൺ ഏതാ? നോർ അഡ്രിനാലിൻ ആണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് കുത്തിവെക്കുന്ന ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ ആണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് കുത്തിവെക്കുന്ന ഹോർമോൺ എന്ന് ചോദിച്ചാൽ അത് നോർ അഡ്രിനാലിൻ ആണ്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കള് ദയവ് ചെയ്ത് ഓർത്തു വെക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡറിന്റെ 20 ഡേയ്സ് ചലഞ്ച് സ്പ്രിന്റ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ആദ്യമായി നമ്മൾ പഠിച്ചത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കിയത്. അതിൽ തന്നെ ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കള് 1-2 തവണ നമ്മുടെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഒത്തിരി പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാലും മിനിമം ഇത്രയെങ്കിലും പഠിച്ചിട്ട് വേണം നമ്മൾ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ മെയിൻ എക്സാമിന് വേണ്ടി പോകാനുള്ളത്. നിങ്ങൾക്ക് ഏതൊരു PSC എക്സാമിനും ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 250 ടോപ്പിക്കുകൾ ഏതൊരു PSC എക്സാമിനും PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 250 ടോപ്പിക് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ 250 ടോപ്പിക്കുകളിലൂടെ കയറി ഇറങ്ങിയായിരിക്കും ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത് PSC. അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുഹൃത്തുക്കൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. അതിനോടൊപ്പം അവസാനമായ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ഈ 20 ഡേയ്സിലും എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിന് ശേഷം നമ്മുടെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ആകുന്നതാണ്. അതുകൂടെ സുഹൃത്തുക്കൾ ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.